Bosco Campus Vision. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. Today we are going to discuss some another important adjustments of final accounts of a sole trader. Today's topics are: first one, interest on capital; second one, interest on drawings; third one, commission on profit; fourth one, goods sent for approval and in transit; and last one, transfer to reserve. Discuss in details. First item, interest on capital. What is capital? Capital is the cash or any valuable property contributed by the owner to his business is called capital. Okay. The capital invested by the proprietor in his business is considered to be a loan given by him to the business. ഇവിടെ നമ്മൾ ബിസിനസ്മാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ടിനെ ബിസിനസ് പുറത്തുനിന്നൊരു ലോൺ എടുത്തതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അതായത് ബിസിനസ്സിലേക്ക് കൊടുത്ത ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത ക്യാപിറ്റൽ നമ്മൾ പുറത്തുനിന്ന് ലോൺ എടുത്തതാണെന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ എമൗണ്ടിന് നമ്മൾ എന്ത് കൊടുക്കേണ്ടതായിട്ട് വരും? ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും, അല്ലേ? ഹെൻസ് ഇൻട്രസ്റ്റ് ഈസ് ഓഫൺ പെയ്ഡ് ടു ദ പ്രൊപ്പറേറ്റേഴ്സ് ക്യാപിറ്റൽ. സച്ച് ഇൻട്രസ്റ്റ് ഈസ് ബിസിനസ് എക്സ്പെൻസസ്. അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ ആ ലോണായിട്ട് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ബിസിനസ്മാന് കൊടുക്കേണ്ടി വരുന്ന ആ ഇൻട്രസ്റ്റിനെ നമ്മളൊരു ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നോക്കാം. ജേണൽ എൻട്രി എന്ന് പറയുമ്പം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ, അതാണ് അഡ്ജസ്റ്റിംഗ് എൻട്രി. ദെൻ ഹൗ ടു ട്രീറ്റ് ദാറ്റ് ഐറ്റം ഇൻ ഫൈനൽ അക്കൗണ്ട്. ഫൈനൽ അക്കൗണ്ട് ഈ ഐറ്റം നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്ന് നോക്കാം. ഇറ്റ്സ് അക്കൗണ്ട് ട്രീറ്റ്മെൻറ്റ് given in adjustment, it should be shown on the debit side of profit and loss account. It should be shown on the debit side of profit and loss account and should be added to the capital in balance sheet and to be added to the capital in balance sheet. അപ്പം നമുക്കറിയാം അഡ്ജസ്റ്റ്മെൻറ്റ് തരുന്ന ഏതൊരു ഐറ്റത്തിനും ഡബിൾ എഫക്റ്റ് ആണ്. രണ്ടിടത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. കാരണം ഇതൊരു ബിസിനസ് ലോസ് ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ഓക്കെ, ദെൻ ഇതെന്ത് ചെയ്യണം? ആൻഡ് ഇറ്റ് ഷുഡ് ബി ആഡഡ് ടു ദ ക്യാപിറ്റൽ. എന്നിട്ട് എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? ക്യാപിറ്റലിനോടൊപ്പം കൂട്ടി കാണിക്കുക. കാരണം ഈ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ബിസിനസ്മാൻ കൊടുക്കുന്നില്ല. ജസ്റ്റ് നമ്മളൊരു നോഷണൽ എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ ഈ ഐറ്റത്തിനെ കൺസിഡർ ചെയ്യുന്നത്. പേര് മാത്രമേ ഉള്ളൂ, നമ്മൾ ഒരിക്കലും ഈ എക്സ്പെൻസ് കൊടുക്കുന്നില്ല. ഔട്ട്സൈഡിലേക്ക് ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോകുന്നതുമില്ല. അപ്പോൾ ഈ എമൗണ്ട് നാച്ചുറലായിട്ടും നമ്മൾ ഏതിനോടൊപ്പം ആഡ് ചെയ്ത് കാണിക്കുന്നു? ആ ക്യാപിറ്റലിനോടൊപ്പം, ആ മൂലധനത്തിനോടൊപ്പം കൂട്ടി കാണിക്കുന്നു. ഓക്കെ, അതാണ് സെക്കൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്താണ്? ഇറ്റ് ഷുഡ് ബി ആഡഡ് ടു ദ ക്യാപിറ്റൽ ഇൻ ബാലൻസ് ഷീറ്റ്. ഓക്കെ, ദെൻ ഗിവൺ ഇൻ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തരുന്നതെങ്കിൽ എന്ത് മാത്രം മതി? ഇറ്റ് ഷുഡ് ബി ഷോൺ ഓൺലി ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അവിടെ മാത്രം കാണിക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ മാത്രം കാണിക്കുക. ഓക്കെ അല്ലേ? Then next item, interest on drawings. Interest on drawings. What is drawings? Cash or any valuable property withdrawn by the proprietor from his business for his personal use or domestic use. ഓക്കെ, അപ്പോൾ ഡൊമസ്റ്റിക് യൂസിന് വേണ്ടിയിട്ടോ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടോ ബിസിനസ്സിൽ നിന്ന് ക്യാഷോ മറ്റു വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലും, ദാറ്റ് മീൻസ് അസറ്റോ എന്തെങ്കിലും വിഡ്രോ ചെയ്യുകയാണെങ്കിൽ, ഗുഡ്സ്, ക്യാഷ്, അസറ്റ് അങ്ങനെ എന്തെങ്കിലും വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്നതാണ് ഡ്രോയിങ്സ് അക്കൗണ്ട് എന്ന് പറയുക. അതാണ് ഡ്രോയിങ്സ്. ഓക്കെ, ഇനി ദ സം വിഡ്രോൺ ബൈ ദ പ്രൊപ്പറേറ്റർ ഫോർ ഹിസ് പേഴ്സണൽ യൂസ് ഫ്രം ദ ബിസിനസ് ഈസ് ടേംഡ് ആസ് ഡ്രോയിങ്സ്. ഇറ്റ് എമൗണ്ട് ടു ബി ടെമ്പററി ലോൺ ബൈ ദ ബിസിനസ് ടു ദ പ്രൊപ്പറേറ്റർ. അപ്പം ബിസിനസ് പ്രൊപ്പറേറ്റർക്ക് കൊടുക്കുന്ന ഒരു ടെമ്പററി ലോൺ ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹെൻസ് ഇറ്റ് ഈസ് ചാർജ്ഡ് ഓൺ ഇറ്റ് ഈസ് എ ഗെയിൻ ടു ദ ബിസിനസ്. അപ്പോൾ ബിസിനസ്സിന് കിട്ടുന്ന ഒരു ഗെയിൻ ആയിട്ടാണ് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. ബിസിനസ്സിൻ്റെ ഗെയിനായിട്ട്, ബിസിനസ്സിൻ്റെ ഒരു ഇൻകമായിട്ടാണ് നമ്മൾ പ്രൊപ്പറേറ്ററിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻകമായിട്ടാണ് നമ്മളിത് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ജേണൽ എൻട്രി ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. എൻട്രി എന്താണ്? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇൻകം ആയതുകൊണ്ടാണ് ക്രെഡിറ്റിൽ വന്നിരിക്കുന്നത് ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ് ഇതിൻ്റെ അഡ്ജസ്റ്റിംഗ് എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇറ്റ്സ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ആണ്. നോക്കാം. ഗിവൺ ഇൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഇറ്റ് ഷുഡ് ബി ഷോൺ ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇറ്റ് ഷുഡ് ബി ഷോൺ ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ഷുഡ് ബി ആഡഡ് ടു ദ ഡ്രോയിങ്സ് ഇൻ ബാലൻസ് ഷീറ്റ്.
അപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. കാരണം ഇതൊരു ഇൻകം ആണ്, ഒരു ഗെയിൻ ആണ്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. കൂടാതെ ബാലൻസ് ഷീറ്റിൽ ഡ്രോയിങ്സിനോടൊപ്പം കൂട്ടി കാണിക്കുകയും ചെയ്യുക. ഓക്കെ, ബാലൻസ് ഷീറ്റിൽ ഡ്രോയിങ്സിനോടൊപ്പം കൂട്ടി കാണിക്കുക. ഈ ഡ്രോയിങ്സ് കൂട്ടി കിട്ടുന്ന ഡ്രോയിങ്സ് ആണ് നമ്മൾ ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഡ്രോയിങ്സിനോടൊപ്പം കൂട്ടുക എന്ന് പഠിക്കുക. ഓക്കെ, ദെൻ ഗിവൺ ഇൻ ട്രയൽ ബാലൻസ് ഇറ്റ് ഷുഡ് ബി ഷോൺ ഓൺലി ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ മാത്രം കാണിക്കുക. എവിടെ തന്നാൽ ട്രയൽ ബാലൻസിലാണ് തന്നിരിക്കുന്നതെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ മാത്രം കാണിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഐറ്റം കമ്മീഷൻ ഓൺ പ്രോഫിറ്റ്. കമ്മീഷൻ ഓൺ പ്രോഫിറ്റ് നമ്മുടെ സെയിൽസ് ഒക്കെ പുഷപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സെയിൽസ് മാനേജറുടെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ കയ്യിൽ നിന്ന് അവരെ കൊണ്ട് കൂടുതൽ സെയിൽസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് എഫർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബിസിനസ് എന്ത് ചെയ്യാറുണ്ട്, സംടൈംസ് ഓഫർ ചെയ്യും, കമ്മീഷൻ ഓഫർ ചെയ്യും. എത്ര രൂപ പ്രോഫിറ്റ് കിട്ടുന്നു അതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് കമ്മീഷൻ തരാം എന്ന് നമ്മുടെ മാനേജേഴ്സിന് നമ്മൾ എന്ത് ചെയ്യും, ഓഫർ ചെയ്യും. അങ്ങനെയുള്ള കമ്മീഷനാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്, കമ്മീഷൻ ഓൺ പ്രോഫിറ്റ്. Okay, sometimes the manager is paid a certain percentage of profit as commission. ഓക്കെ, എന്തിനാണെന്ന് മിസ് പറഞ്ഞു കഴിഞ്ഞു. സച്ച് എ കമ്മീഷൻ മേ ബി ബിഫോർ ചാർജിങ് സച്ച് എ കമ്മീഷൻ ഓർ ആഫ്റ്റർ ചാർജിങ് സച്ച് എ കമ്മീഷൻ. ഇപ്പോൾ രണ്ട് രീതിയിലാണ് നമ്മൾ ഈ കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ബിഫോർ ചാർജിങ് സച്ച് എ കമ്മീഷൻ എന്നും ആഫ്റ്റർ ചാർജിങ് സച്ച് എ കമ്മീഷൻ. അതായത് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റിൽ കമ്മീഷൻ ചാർജ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടാണ് എങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈ കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യുക, എത്ര ആയിരിക്കും അവരുടെ കമ്മീഷൻ എന്നും, അല്ല ഈ കമ്മീഷൻ ചാർജ് ചെയ്യുന്നതിന് മുമ്പുള്ള നെറ്റ് പ്രോഫിറ്റിലാണെങ്കിൽ എത്ര ആയിരിക്കും എമൗണ്ട് എന്നാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മളിവിടെ കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ രണ്ട് കേസിലും കമ്മീഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, കമ്മീഷൻ ഈസ് ഓൺ ദ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് സച്ച് കമ്മീഷൻ. ബിഫോർ ചാർജിങ് സച്ച് കമ്മീഷൻ ആണെങ്കിൽ ഹൗ ടു കാൽക്കുലേറ്റ് കമ്മീഷൻ എമൗണ്ട്. കമ്മീഷൻ എമൗണ്ട് ഈസ് ഈക്വൽ ടു റഫ് നെറ്റ് പ്രോഫിറ്റ് ഇൻറ്റു റേറ്റ് ബൈ 100. റഫ് നെറ്റ് പ്രോഫിറ്റ് ഇൻറ്റു റേറ്റ് ബൈ 100 ആണ്. ഇപ്പോൾ 10% ആണെങ്കിൽ ആദ്യം നമ്മൾ റഫ് നെറ്റ് പ്രോഫിറ്റ് കാണുന്നു, അതേ ഇൻറ്റു 10/100 എടുക്കുന്നു. റഫ് നെറ്റ് പ്രോഫിറ്റ് എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ ഈ കമ്മീഷൻ ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ ഐറ്റവും അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള പ്രോഫിറ്റ്, ആ പ്രോഫിറ്റാണ് റഫ് നെറ്റ് പ്രോഫിറ്റായിട്ട് എടുക്കുക. ഇനി നമ്മൾ എന്തും കൂടി അതിനകത്ത് എഴുതാനുള്ളൂ, കമ്മീഷൻ കൂടി എഴുതാനുള്ളൂ. അങ്ങനെ നമ്മൾ ഈ കമ്മീഷൻ എഴുതുന്നതിന് മുമ്പ് നമ്മൾ ആ P&L അക്കൗണ്ട് ബാലൻസ് ചെയ്താൽ എത്ര ആയിരിക്കും നെറ്റ് പ്രോഫിറ്റ് കിട്ടുന്നത്, ആ നെറ്റ് പ്രോഫിറ്റിനെയാണ് നമ്മളിവിടെ റഫ് നെറ്റ് പ്രോഫിറ്റ് എന്ന് എടുത്തേക്കുന്നത്. റഫ് നെറ്റ് പ്രോഫിറ്റ് ഇൻറ്റു റേറ്റ് ബൈ 100. ഓക്കെ, ഇനി കമ്മീഷൻ ഈസ് ഓൺ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷൻ ആണെങ്കിൽ ആ ഇക്വേഷനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. റഫ് നെറ്റ് പ്രോഫിറ്റ് ഇൻറ്റു റേറ്റ് ബൈ 100 പ്ലസ് റേറ്റ് ഡിവൈഡഡ് ബൈ 100 പ്ലസ് റേറ്റ് എടുക്കാം. റഫ് നെറ്റ് പ്രോഫിറ്റ് മിസ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ റേറ്റ് 10% ആണെങ്കിൽ 10 ഡിവൈഡഡ് ബൈ 100 പ്ലസ് 10, അതായത് 10/110, 10/110 ഇട്ടാണ് ചെയ്യുന്നത്. രണ്ടിലും സ്ലൈറ്റ് വേരിയേഷൻസ് ഉണ്ടാവും. ഓക്കെ, ബിഫോർ ചാർജിങ് സച്ച് കമ്മീഷൻ ആണെങ്കിൽ എങ്ങനെയാണ്, ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷൻ ആണെങ്കിൽ എങ്ങനെയാണ്. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ ബിഫോർ എന്നും പറയുന്നില്ല, ആഫ്റ്റർ എന്നും പറയുന്നില്ല എങ്കിൽ അത് എന്ത് തന്നെയായിരിക്കും, ബിഫോർ ചാർജിങ് സച്ച് കമ്മീഷൻ ആയിരിക്കും. ആഫ്റ്റർ എന്ന് പറയുന്ന വേർഡ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ അഡോപ്റ്റ് ചെയ്താൽ മതിയാകും. ഓക്കെ, ആഫ്റ്റർ ചാർജിങ് എന്ന് പറയുന്ന ആ വേർഡ് ഉണ്ടെങ്കിൽ മാത്രം സെക്കൻഡ് ഇക്വേഷൻ എടുത്താൽ മതിയായിരിക്കും. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്ത് തന്നെയായിരിക്കണം, ആ ഫസ്റ്റ് ഇക്വേഷനാണ് റഫ് നെറ്റ് പ്രോഫിറ്റ് ഇൻറ്റു റേറ്റ് ബൈ 100 എന്ന് പറയുന്ന ഫസ്റ്റ് ഇക്വേഷനാണ് ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കതിൻ്റെ ജേണൽ എൻട്രി എന്താണെന്ന് നോക്കാം. മാനേജേഴ്സ് കമ്മീഷൻ അക്കൗണ്ട് ഡെറ്റ് ടു ഔട്ട്സ്റ്റാൻഡിങ് കമ്മീഷൻ നമ്മൾ കൊടുത്തിട്ടില്ല. നമ്മളിപ്പോൾ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ ഈ എമൗണ്ട് കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. ഇത് ഇനി ആർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്, മാനേജർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ലൈബിലിറ്റി ആയത്. നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ട്രീറ്റ് ചെയ്യുന്നത് പോലെ കമ്മീഷൻ അക്കൗണ്ട് ഡെറ്റ് ടു ഔട്ട്സ്റ്റാൻഡിങ് കമ്മീഷൻ ഇവിടെ മാനേജേഴ്സിന് കൊടുത്ത കമ്മീഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ഡെബിറ്റിൽ മാനേജേഴ്സ് കമ്മീഷൻ അക്കൗണ്ട് ഡെറ്റ് ടു ഔട്ട്സ്റ്റാൻഡിങ് കമ്മീഷൻ എന്ന് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. First item, given in adjustment. It should be shown on the debit side of profit and loss account. ഇത് എവിടെ കാണിക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ആൻഡ് ഷുഡ് ബി ഷോൺ ഓൺ ദ ലൈബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. പിന്നെ അത് എവിടെയും കാണിക്കുക, ബാലൻസ് ഷീറ്റിൻ്റെ ലൈബിലിറ്റി സൈഡിലും കാണിക്കുക. എന്താണെന്ന് മനസ്സിലായല്ലോ, ലൈബിലിറ്റി സൈഡിൽ കാണിക്കേണ്ടി വന്നതിൻ്റെ കാരണം നമ്മളിത് പേയബിളാണ്, എമൗണ്ട് ഓൾറെഡി നമ്മൾ എമൗണ്ട് കൊടുത്തിട്ടില്ല,
നമ്മൾ ആ എമൗണ്ട് കൊടുക്കേണ്ടതായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളത് എവിടെ കാണിക്കുന്നത്, ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കുന്നത്. ഓക്കെ, ദെൻ ഗിവൺ ഇൻ ട്രയൽ ബാലൻസ് ഇറ്റ് ഷുഡ് ബി ഷോൺ ഓൺലി ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എവിടെ മാത്രം കാണിച്ചാൽ മതിയാകും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ മാത്രം കാണിച്ചാൽ മതിയാകും. ക്ലിയർ ആണല്ലോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ മാത്രം കാണിക്കുക ട്രയൽ ബാലൻസിലാണ് തരുന്നതെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം, ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫ്രീ സാമ്പിൾ. ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫ്രീ സാമ്പിൾ. ഫ്രീ സാമ്പിളായിട്ട് ഗുഡ്സ് കൊടുക്കുക. നമുക്കറിയാം അതൊരു സെയിൽസിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ ഇങ്ങനൊരു ഗുഡ്സ് അവൈലബിൾ ആണെന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫ്രീ സാമ്പിളൊക്കെ കൊടുക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പണ്ട് രസ്ന പൗഡർ എന്നൊക്കെ പറയാം, മിസ്സിൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് രസ്ന എന്ന് പറയുന്നത് മാർക്കറ്റിലേക്ക് വരുന്നതേ ഉള്ളൂ. അപ്പം ആ സമയത്ത് നമ്മൾ വനിത അങ്ങനെയുള്ള ഐറ്റം പുസ്തകങ്ങളൊക്കെ വാങ്ങുന്ന ടൈമിൽ അതിനകത്ത് ചെറിയ സാഷ വെച്ചേക്കും രസ്നയുടെ. അപ്പം നമുക്ക് കിട്ടുമ്പോൾ നമ്മളത് എന്ത് ചെയ്യും, യൂസ് ചെയ്ത് നോക്കും. അതിലവർ പറഞ്ഞിരിക്കുമല്ലോ എങ്ങനെയാണത് യൂസ് ചെയ്യേണ്ടത്. അപ്പം അത് നമ്മൾ എടുത്ത് കലക്കി കുടിച്ച് നോക്കി, ഓക്കെ കൊള്ളാം എന്ന് കണ്ടാൽ നമ്മൾ കുട്ടികളെ ആവശ്യപ്പെടും വീണ്ടും അത് വേണമെന്ന്, അല്ലേ. അപ്പം ഇതെന്താണ്, ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ പാർട്ടാണ് എന്തെന്ന് പറയുക, ഈ ഫ്രീ സാമ്പിൾ കൊടുക്കുക എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് കസ്റ്റമേഴ്സ് ഫ്രീ ഓഫ് കോസ്റ്റ് അറ്റ് എ പാർട്ട് ഓഫ് അഡ്വർടൈസിങ് എക്സ്പെൻസ്. അപ്പോൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ നമ്മൾ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് ആസ് എ പാർട്ട് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്. അതെന്തിൻ്റെ ഭാഗമാണ്, അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസിൻ്റെ ഭാഗമാണ്. ജേണൽ എൻട്രി എന്ന് പറയുന്നത് അഡ്വർടൈസ്മെൻറ്റ് അക്കൗണ്ട് ഡേറ്റ ടു പർച്ചേസ്. അഡ്വർടൈസ്മെൻറ്റ് അക്കൗണ്ട് ഡേറ്റ ടു പർച്ചേസ് നമ്മൾ ശ്രദ്ധിക്കുക, പർച്ചേസിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട, അതായത് ട്രേഡിംഗ് അക്കൗണ്ടിൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫ്രീ സാമ്പിൾ എന്ന് പറയുക. ഓക്കെ, അപ്പം അഡ്വർടൈസ്മെൻറ്റ് അക്കൗണ്ട് ഡേറ്റ ടു പർച്ചേസ് എന്നോ ഫ്രീ സാമ്പിൾ അക്കൗണ്ട് ഡേറ്റ ടു പർച്ചേസ് എന്ന് എഴുതിയാലും തെറ്റൊന്നുമല്ല. ഓക്കെ, ദെൻ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാം. ഫസ്റ്റ്, given in adjustment it should be deducted from purchases in trading account. ട്രേഡിംഗ് അക്കൗണ്ടിൽ പർച്ചേസിൽ നിന്ന് കുറച്ച് കാണിക്കുക. ആൻഡ് ഷുഡ് ബി ഷോൺ ആസ് അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസസ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ നോക്കിയേ, ഇതുവരെ നമ്മൾ ചെയ്തതെല്ലാം ട്രേഡിംഗ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലുമായിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്, അല്ലേ. ഇപ്പം നോക്കിയേ, ഫ്രീ സാമ്പിൾ എന്ന് പറയുന്ന ഒരു ഐറ്റം ട്രേഡിംഗ് അക്കൗണ്ടിൽ പർച്ചേസിൽ നിന്ന് കുറയ്ക്കുകയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്ന ഐറ്റം ഉണ്ടെങ്കിൽ അതിനോടൊപ്പം കൂട്ടി കാണിക്കാം, അല്ലെങ്കിൽ ഫ്രീ സാമ്പിൾ എന്നും പറഞ്ഞ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കാം. അഡ്വർടൈസ്മെൻ്റ് എന്നോ ഫ്രീ സാമ്പിൾ എന്നോ പറഞ്ഞ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുകയും ചെയ്യുക. ഓക്കെ, ഒന്നും കൂടെ പറയാം. പർച്ചേസിൽ നിന്ന് കുറച്ച് കാണിക്കുകയും പി ആൻഡ് എൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഫ്രീ സാമ്പിൾ എന്നോ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് എന്നോ എഴുതി കാണിക്കുകയോ ചെയ്യുക. ഓക്കെ, ദെൻ ഗിവൺ ഇൻ ട്രയൽ ബാലൻസ് എന്ത് മാത്രം, ഇറ്റ് ഷുഡ് ബി ഷോൺ ഓൺലി ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ട്രയൽ ബാലൻസിലാണ് തരുന്നതെങ്കിൽ എവിടെ മാത്രം കാണിക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ മാത്രം കാണിക്കുക. നെക്സ്റ്റ് ഐറ്റം ഈസ് ഗുഡ്സ് സെൻഡ് ഫോർ അപ്രൂവൽ ആൻഡ് ഇൻ ട്രാൻസിറ്റ്. Goods sent for approval and in transit. Okay, the goods sent on sale or return basis are not treated as sales till the approval of the customer is obtained. ഇപ്പം നമുക്കറിയാം ഓൺലൈൻ സെയിൽസ് ഒക്കെ നടക്കുന്ന കാലമാണ്, നമുക്കറിയാം ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ നടക്കുന്ന കാലമാണ്. നമ്മളിപ്പോൾ ഒരു ഗുഡ്സിന് ഓർഡർ ചെയ്തു, ആ ഗുഡ്സ് കസ്റ്റമർ അയച്ചു. ഓക്കെ, നമ്മൾ ക്യാഷ് പിന്നെ ഓൺ ഡെലിവറി ആണ് എങ്കിൽ തീർച്ചയായിട്ടും ആ ഗുഡ്സ് നമ്മളിലെത്തി നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങുന്നത് വരെയും ആ ബിസിനസ്മാനെ സംബന്ധിച്ചിടത്തോളം അത് സെയിലായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ, പറ്റില്ല. പക്ഷെ അവരവിടെ ആൾറെഡി എന്തെന്ന് എഴുതി വയ്ക്കും, സെയിൽസ് എന്ന് എഴുതി വയ്ക്കും. ഇനി ഇൻ കേസ് നമ്മൾ റിട്ടേൺ ചെയ്യുകയാണെങ്കിലോ അത് സെയിലാകില്ലല്ലോ. നമ്മൾ വേണ്ട, നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ല, നമ്മൾ വന്നപ്പം പറഞ്ഞു ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു വിടുവാണെങ്കിൽ നമ്മൾ ആ ഗുഡ്സ് വാങ്ങിയില്ല, അപ്പോൾ സെയിൽ ആയില്ല, അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ ഇതെങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കേണ്ടുന്നത്. ഓക്കെ, ജേണൽ എൻട്രി സെയിൽസ് അക്കൗണ്ട് ഡെറ്റ ടു ഡെറ്റേഴ്സ്, ദെൻ സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റ ടു ട്രേഡിംഗ് അക്കൗണ്ട്. രണ്ട് ജേണൽ എൻട്രിയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടുന്നത്. ഒന്നാമത്തത് സെയിൽ, നമ്മൾ ഓൾറെഡി സെയിൽ നടന്നു എന്ന് എഴുതി വെച്ചു, അപ്പോൾ സെയിൽ കുറയണം. സെയിൽ കുറയാൻ വേണ്ടിയിട്ടാണ് സെയിൽസിന് നമ്മൾ ഡെബിറ്റ് കൊടുത്തത്. സെയിലിന് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ്, അതിന് ഡെബിറ്റ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി സെയിൽസ് കുറഞ്ഞോളും. ഡെറ്റേഴ്സ് എപ്പോഴും എന്താണ്, ഡെബിറ്റ് ബാലൻസ് ആണ്. അത് കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെറ്റേഴ്സിന് എന്തും കൊടുത്തു, ഡെബിറ്റ് ബാലൻസും കൊടുത്തു. ഓക്കെ, അങ്ങനെ അത് സെയിൽസ് അക്കൗണ്ട് ഡെറ്റ് ടു ഡെറ്റേഴ്സ്, സെയിൽസിൽ നിന്നും കുറയണം, സൺട്രി ഡെറ്റേഴ്സിൽ നിന്നും കുറയണം. ഓക്കെ, അപ്പം നമ്മളെന്തായി, സെയിൽസിൽ അഡ്ജസ്റ്റ് ചെയ്തു. ഇനി എന്താണ്, നമ്മുടെ കയ്യിൽ ഗുഡ്സ് തിരികെ വരുമ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് കൂടിയില്ലേ, അതുകൊണ്ട് സ്റ്റോക്ക് കൂടണം. സ്റ്റോക്കിന് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ്. ആ സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റ് ടു ട്രേഡിംഗ് അക്കൗണ്ട്, സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റ് ടു ട്രേഡിംഗ് അക്കൗണ്ട്. അങ്ങനെ രണ്ട് ജേണൽ എൻട്രീസ് ആണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, ഇനി അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് നോക്കാം.
ഇവിടെ ഗിവൺ ഇൻ അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ വരുന്നുള്ളൂ. ഗിവൺ ഇൻ അഡ്ജസ്റ്റ്മെൻറ്റ് ദ ഇൻവോയ്സ് പ്രൈസ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം സെയിൽസ് ആൻഡ് സൺട്രി ഡെറ്റേഴ്സ്. സെയിൽസിൽ നിന്നും സൺട്രി ഡെറ്റേഴ്സിൽ നിന്നും ഇൻവോയ്സ് പ്രൈസ് കുറയ്ക്കുക, ദാറ്റ് മീൻസ് സെയിൽ പ്രൈസ്. അപ്പം നമുക്ക് ഈ ഒരു എക്സാമ്പിളിൽ ഈ ഒരു ഐറ്റത്തിൽ 2 എമൗണ്ട് ഉണ്ടാകും. ഒന്നെന്ന് പറയുന്ന ഒരു കോസ്റ്റ് പ്രൈസും ഒന്നെന്ന് പറയുന്ന ഒരു ഇൻവോയ്സ് പ്രൈസ് ഓർ ബിൽ പ്രൈസും ഉണ്ടാകും. 2 എമൗണ്ട് ഉണ്ടാകും. അപ്പോൾ ഈ എമൗണ്ടുകൾ എന്ത് ചെയ്യണം? നമ്മൾ വലിയ എമൗണ്ട് ഏതാണോ അതായിരിക്കും എന്തെന്ന് പറയുക? ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുക. വലിയ എമൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുക. ഈ ഇൻവോയ്സ് പ്രൈസ് എന്ത് ചെയ്യണം? സെയിൽസിൽ നിന്നും കുറയ്ക്കുക, സൺട്രി ഡെറ്റേഴ്സിൽ നിന്നും കുറയ്ക്കുക. സെയിൽസ് എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ്, ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്നും കുറയ്ക്കുക. സൺട്രി ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ്, അവിടെ സൺട്രി ഡെറ്റേഴ്സിൽ നിന്നും കുറയ്ക്കുക. രണ്ടിടത്തു നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഹയർ എമൗണ്ട് കുറച്ചു. ഇനി അതിലെ ലോവർ എമൗണ്ട് ക്ലോസിംഗ് സ്റ്റോക്കിനോടൊപ്പം ആഡ് ചെയ്യുക. അതിലെ ലോവർ എമൗണ്ട് ക്ലോസിംഗ് സ്റ്റോക്കിനോടൊപ്പം ആഡ് ചെയ്യുക. അപ്പം നോക്കേ, ക്ലോസിംഗ് സ്റ്റോക്കിനോടൊപ്പം ആഡ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേന് ക്ലോസിംഗ് സ്റ്റോക്ക് എവിടേക്കാണ് വരിക? ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും ഉണ്ട്, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും ഉണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും ഉണ്ട്. ഈ സ്റ്റോക്കിനോടൊപ്പം ചെറിയ എമൗണ്ട് നമ്മൾ കൂട്ടിക്കാണിക്കണം. ചെറിയ എമൗണ്ട് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കിനോടൊപ്പം കൂട്ടിക്കാണിക്കണം. വലിയ എമൗണ്ട് സെയിൽസിൽ നിന്നും സൺട്രി ഡെറ്റേഴ്സിൽ നിന്നും കുറയ്ക്കുക. ചെറിയ എമൗണ്ട് ക്ലോസിംഗ് സ്റ്റോക്കിനോടൊപ്പം ട്രേഡിംഗ് അക്കൗണ്ടിലും കൂട്ടിക്കാണിക്കുക, ബാലൻസ് ഷീറ്റിലും കൂട്ടിക്കാണിക്കുക. ഇതാണ് ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് എ സോൾ ട്രേഡറിൻ്റെ ലാസ്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ട്രാൻസ്ഫർ ടു റിസർവ്. ട്രാൻസ്ഫർ ടു റിസർവ് എന്ന് പറയുന്നത് ലാസ്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. നമുക്ക് നോക്കാൻ മാറ്റി എന്താണ്. യൂഷ്വലി എ സർട്ടൺ പെർസെൻറ്റേജ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഈസ് ട്രാൻസ്ഫർ ടു എ റിസർവ് ഇൻ ഓർഡർ ടു മീറ്റ് എനി കണ്ടിജൻസീസ് ഇൻ ഫ്യൂച്ചർ. നമ്മൾ പറഞ്ഞു ഫോർസീൻ കണ്ടിജൻസീസ് ആണെങ്കിൽ നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് മാറ്റിവെച്ചാൽ അത് പ്രൊവിഷനും, അൺഫോർസീൻ കണ്ടിജൻസീസിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോഫിറ്റിൽ നിന്നൊരു എമൗണ്ട് മാറ്റിവെച്ചാൽ അതിനെ റിസർവ് എന്നും പറയും. ഇപ്പോൾ നമ്മുടെ നെറ്റ് പ്രോഫിറ്റിൻ്റെ ഒരു പോർഷൻ നമ്മൾ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്? റിസർവിലേക്കാണ്. ഫ്യൂച്ചർ എന്തെങ്കിലും കണ്ടിജൻസീസ് ഉണ്ടായാൽ അതിന് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രോഫിറ്റിൻ്റെ സർട്ടൺ പെർസെൻറ്റേജ് മാറ്റിവെക്കുന്നതിനെയാണ് ട്രാൻസ്ഫർ ടു റിസർവ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ജേണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റഡ് ടു റിസർവ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ലാസ്റ്റ് ഐറ്റമായിട്ട് നമ്മൾ എന്ത് കാണിക്കുന്നു? ഡെബിറ്റ് സൈഡിൽ ടു റിസർവ് എന്ന് കാണിക്കുക. അതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റഡ് ടു റിസർവ്. ഓക്കെ, ദെൻ ഈ റിസർവ് എങ്ങനെ കണ്ടുപിടിക്കുക? റഫ് നെറ്റ് പ്രോഫിറ്റ് ഇൻറ്റു റേറ്റ് ബൈ 100. അപ്പം നമ്മൾ നേരത്തെ കമ്മീഷനൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റിൽ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നു. ആ എമൗണ്ട് ഇൻറ്റു റേറ്റ് ബൈ 100 എടുക്കുന്നു. ആ എമൗണ്ട് ലാസ്റ്റ് ഐറ്റമായിട്ട് കാണിക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ലാസ്റ്റ് ഐറ്റമായിട്ട് റിസർവ് എന്ന് എഴുതി കാണിക്കുക. പിന്നെ വീണ്ടും ബാലൻസ് ചെയ്തിട്ട് ആക്ച്വൽ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, given in adjustment it should be shown on the debit side of profit and loss account. ഇപ്പോൾ മിസ് പറഞ്ഞു കഴിഞ്ഞല്ലോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ലാസ്റ്റ് ഐറ്റമായിട്ട് എന്ത് കാണിക്കുക? റിസർവ്, ട്രാൻസ്ഫർ ടു റിസർവ് എന്ന് കാണിക്കുക. കൂടാതെ ബാലൻസ് ഷീറ്റിൻ്റെ ലൈബിലിറ്റി സൈഡിലും റിസർവ് എന്നോ ട്രാൻസ്ഫർ ടു റിസർവ്, ട്രാൻസ്ഫർ ഫ്രം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നോ അല്ലെങ്കിൽ റിസർവ്, ട്രാൻസ്ഫർ ടു റിസർവ് എന്ന് തന്നെ കാണിച്ചാലും മതി. ആ ഐറ്റം അതുപോലെ കാണിച്ചാലും മതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അക്കൗണ്ട് ട്രീറ്റ്മെൻറ്റ്. ഒന്നും കൂടെ, ഇറ്റ് ഷുഡ് ബി ഷോൺ ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ഷുഡ് ബി ഷോൺ ഓൺ ദി liability side of balance sheet. Dear students, watch the lectures carefully and stay home and stay safe.